എളുപ്പത്തിലും ടേസ്റ്റിലും ഒരു തക്കാളി കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ അതിൽ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. അതിനി പൊട്ടി വരട്ടെ. അപ്പോൾ തക്കാളി നമുക്ക് ഒരു 5-6 തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ട് ഞാൻ അതിലേക്ക് 1 സ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ ചേർക്കാം. അപ്പോൾ വലിപ്പമുള്ള തക്കാളിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ എണ്ണം കൂട്ടണം എന്ന് പറയുക ഇത് ചേർക്കുന്നതിനനുസരിച്ച്. അപ്പോൾ ഒരു വലിയ തക്കാളിയാണ് ഒരു 5-6 വെച്ചിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളിയാണ്. വലിയൊരു സബോളയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അത് ഈ 2 ചെറുതാണെങ്കിൽ 2 സബോള എടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ സബോള എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള സബോള ആയതുകൊണ്ട് ഞാൻ 1 സബോള എടുക്കണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. അത് അത്യാവശ്യം വഴന്ന് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മൊരിയൊന്നും വേണ്ട, വഴന്ന് വന്നാൽ മതി. നല്ല പഴുത്ത തക്കാളി എടുക്കുകയാണ് നല്ലത്. ഈ കറിക്ക് അങ്ങനെയാണ്. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്ത് അത് വഴറ്റിയെടുക്കുക. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ബീൻസ് തോരനാണ്. അപ്പോൾ അതിനൊരു ചാറുകറി വേണം. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എന്നാൽ ചാറുകറിയിൽ നിന്ന് തക്കാളി കറിയും ആക്കാമെന്ന് വെച്ചു. അപ്പോൾ സബോള നന്നായി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി ഒക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി പച്ചമണം പോണ വരെയും വേപ്പിലയൊക്കെ ഒന്ന് മൊരിയണ വരെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഒരു ചാറുകറി ഉണ്ടാക്കണം എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് തക്കാളി തന്നെയാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. ഒരു തക്കാളി കറി ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് ഭക്ഷണം കഴിക്കാൻ. ഇതിലൊരു സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണ് ഗരം മസാല, ഇതൊക്കെയാണ് ഞാൻ ചേർക്കുന്നത്. അതിൻ്റെ പച്ചമണം പോണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അത് നമുക്ക് ഊണ് കഴിക്കാനായിട്ട് അപ്പം, അതുപോലെ ചപ്പാത്തി, എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് തക്കാളിക്കറി. ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടിയിട്ടിട്ട് വേവിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കൊരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം ഉഷാറായിട്ടുണ്ട്. നല്ല ബീൻസ് തോരനാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയോളൂ. അപ്പോൾ അത് ഞാൻ മൂടിയിട്ട് വേവിക്കുകയാണ്. അപ്പം കറി തക്കാളി ആയി വന്നിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കി. ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതിൽ ഉപ്പൊക്കെ പോരായിട്ടുണ്ടോ എന്ന് നോക്കിയോളൂ. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പോരായിട്ടുണ്ടെങ്കിൽ ഈ തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതാണ്. വല്ലാണ്ട് എല്ലാ കഷ്ണങ്ങളും ഉടയ്ക്കാനല്ല, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ ചാറിനൊരു കുറുതായിട്ട് നിൽക്കും ചാറ്. അപ്പോൾ എല്ലാതൊന്നും ഉടച്ചു കൊടുക്കണ്ട, കുറച്ചൊന്ന് ഉടച്ചു കൊടുത്തിട്ട് 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊക്കെ കഷ്ണങ്ങൾ അതിൽ കിടന്നോട്ടെ, കുറച്ച് നമ്മൾ ഉടച്ചാൽ മതി.
ഇതിലേക്ക് നമുക്കൊരു ഗ്ലാസ് വെള്ളം, തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. നമ്മളിത് ശരിക്കും കറിയായി വന്നതാണ്. അപ്പോൾ കൊണ്ടുപോയി പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ നമ്മൾ വെള്ളം ചൂടുള്ളത് ഒഴിക്കും. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക്. ഉപ്പ് പാകമാണെന്ന് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് പാകമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഇനി അതൊരു തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് തക്കാളി. വളരെ ടേസ്റ്റിയായ തക്കാളി കറിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയൊക്കെ നമ്മൾ കഴിക്കുന്നത് നല്ലതായ ഇല അയണാണ് അതൊക്കെ. അപ്പോൾ കുറേശ്ശെ കറികളിൽ നന്നായി കഴുകിയിട്ട് വേണം നന്നായി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണേ. ഇതൊക്കെ ഇവരെങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കും. എന്നിട്ട് എടുത്തിട്ട് ഇടയ്ക്കൊക്കെ അത്യാവശ്യം കറികളിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഇതാണ് ഇതൊക്കെ ചെല്ലുമ്പോൾ. അപ്പോൾ തക്കാളി കറി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,